വക്കീൽ വന്നൂലോ. ഇപ്പൊ തന്നെ ചോദിച്ചോളൂ തമ്പുരാൻ, മേനോ വന്നുവന്ന്. തമ്പുരാൻ മോളിലുണ്ട്. തമ്പുരാട്ടിയാണെങ്കിൽ ഇന്നലെ മുതലേ വക്കീലിനെ കാത്തിരിക്കുക. അങ്ങോട്ട് ചെന്നോളൂ. എന്തായി മേന്നെ പോയ കാര്യം? അവനെ കണ്ടോ? കണ്ടു, സംസാരിച്ചു. പക്ഷേ എന്താ മെന്നെ? ഞാൻ പലതരത്തിലും പറഞ്ഞു നോക്കി, ലീഗലായിട്ട് വല്ലാണ്ടും. പക്ഷേ അയാൾ അതൊന്നും അനുസരിക്കുന്ന മട്ടില്ല. അപ്പോ അവൻ ശിക്ഷ കഴിഞ്ഞാൽ അയാൾ നേരെ ഇങ്ങോട്ട് വരും. സ്വത്തും പണമൊന്നും അല്ല അയക്ക് വേണ്ടത്, പിന്നെ നശിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. എന്റെ ഭഗവതി, തമ്പുരാനെയാണ് നോട്ടം. ഭയപ്പെടാനില്ല, ശിക്ഷ കഴിയാൻ ഇനി കുറച്ച് സമയമുണ്ടല്ലോ. എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നെ? എനിക്കൊരു സമാധാനവും ഇല്ല. ജയിലിൽ നിന്ന് വന്നിട്ട് തമ്പുരാനെ ആക്രമിക്കാന്ന് വെച്ചാ? ഇല്ല, അങ്ങനെയൊന്ന് ഈ കോവിലകത്ത് സംഭവിക്കില്ല. അവൻ ഇറങ്ങി വരുന്ന ദിവസത്തിന് വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നത്. എന്താ തമ്പുരാൻ ഈ പറയുന്നേ? ലക്ഷ്മി, തൃപ്പത്തൂർ കോവിലകത്ത് ആരും ഇതുവരെ മോശക്കാരായിരുന്നില്ല. മറ്റു മാർഗം ഒന്നുമില്ല മെന്നെ. മാർഗങ്ങൾ പലതുമുണ്ട്. അതൊന്നും വേണ്ട വക്കീലേ, എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണവൻ. ഈസ് എ ബോൾഡ് ക്രിമിനൽ. അതുകൊണ്ട് ഞാൻ അവനെ പേടിച്ചു കഴിയണമെന്നോ? എന്നല്ല, അന്തസ്സും ആഭിജാത്യവും നിറഞ്ഞു നിന്നാണ് തൃപ്പത്തൂർ കോവിലകം. തമ്പുരാൻ ചെയ്യുന്ന പ്രവൃത്തികളിലെ ഗുണവും ദോഷവും അനുഭവിക്കാൻ ഇവിടെ ഒരാളെ ഉള്ളൂ, തമ്പുരാട്ടി. അവരുടെ കാര്യം ആലോചിക്കാതെ തലമുറകൾക്ക് കഴിയാനുള്ള സ്വത്ത് ഈ കോവിലകത്തുണ്ട്. തമ്പുരാൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കാണുന്നതൊക്കെ അന്യാധീനപ്പെട്ടു പോവില്ലേ? എനിക്ക് വയസ്സായിട്ടേ ഉള്ളൂ. ക്ഷത്രിയന്റെ വീറും വാശിയും ഒട്ടും കുറഞ്ഞിട്ടില്ല. ഒരു അഡ്വക്കേറ്റ് എന്നതിലുപരി ഈ കുടുംബവുമായുള്ള ആത്മബന്ധത്തിന്റെ പേരിൽ പറയുകയാണെന്ന് കരുതിയാൽ മതി. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒരു കോംപ്രമൈസിന് ശ്രമിച്ചു, അവൻ വഴങ്ങിയില്ല. ലീഗലായിട്ട് സ്വത്തുക്കൾക്ക് ഒരു അവകാശം വേണം. ഈ കോവിലകത്തിന്റെ പാരമ്പര്യം നിലനിർത്തണം. മാത്രമല്ല, വയസ്സുകാലത്ത് നിങ്ങളെ രണ്ടുപേരെയും സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഒരാൾ വേണം. അപ്പോ പിന്നെ ഒരു വഴിയേ ഉള്ളൂ, ആർക്കും ഉപദ്രവമില്ലാത്തൊരു വഴി. ചെറുപ്പക്കാരുടെ ശ്രദ്ധയ്ക്ക് ആയോധന കലകളിലും സംഗീതത്തിലും നൈപുണ്യം നേടിയവരും അഭ്യസ്തവിദ്യരും സൽസ്വഭാവികളുമായ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ക്ഷത്രിയ വംശത്തിൽപ്പെട്ട ഒരാളെ മക്കളില്ലാത്ത ക്ഷത്രിയ ദമ്പതികൾ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. പൂർണ്ണമായ വിവരങ്ങൾ വെച്ച് അപേക്ഷിക്കുകയോ നേരിട്ട് ബന്ധപ്പെടുകയോ ചെയ്യുക. മകയിരം തിരുനാൾ, രാജശേഖരവർമ്മ വലിയ തമ്പുരാൻ, തൃപ്പത്തൂർ പാലസ്, ഊട്ടി. കരകാണ കടലമേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ, ഇളം തെന്നലീണം പാടിവാ. തെയ്യന്താര തെയ്യന്താര തെയ്തൈ. ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ. അവിടെ നിന്നേ. അമ്പട വീടാ, നിന്നെ കുറെ നാളായി ഞാൻ അന്വേഷിച്ചു നടക്കുന്നു. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? സഹായം വേണ്ട, മേടിച്ച പൈസ കൊടുത്താടാ. അവസരം നീ കളിക്കല്ലേ. ദേവി കണ്ടോ, ഗൾഫ് കേസാ. വളരെ അർജന്റായ ഒരു കാര്യത്തിനാണ് ഞാൻ പോകുന്നത്. നീ വണ്ടി വിട്. അത് ശരിയാവൂല. അവസരം നിനക്ക് സംഗതിയുടെ സീരിയസ്നെസ് മനസ്സിലാവൂല. എനിക്ക് തരാനുള്ള പൈസയുടെ സീരിയസ്നെസ് നിനക്കും മനസ്സിലാവില്ല. ആഴ്ചയിൽ പുതിയ ഷർട്ടും പാന്റും ഇട്ട് ജെത്തി നടക്കണം. പൈസ ചോദിക്കുമ്പോ എന്താ അത്ര വിഷമം? എന്ത് വിഷമം? ഒരു വിഷമവും ഇല്ല. നിനക്ക് ഞാനിപ്പോ എത്ര രൂപ തരാം? 900 രൂപ അങ്ങോട്ട് തരണം. 900 രൂപ. ഈ സൈക്കിളിന് ഒരാൾ 400 രൂപ വില പറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്താൽ 400 രൂപ ഇങ്ങോട്ട് വാങ്ങിച്ചാൽ നിന്റെയിലേക്ക് തന്നേക്കാം. ബാക്കി എത്ര രൂപ ഉണ്ട്? പോയിട്ട് 500 രൂപ. 500. ഈ വാച്ചിന് ഒരു 300 രൂപയെങ്കിലും കിട്ടാതിരിക്കോ? ഈ 300 രൂപ എന്റെ കയ്യിലേക്ക് കിട്ടേണ്ട താമസമേ ഉള്ളൂ. നിനക്ക് അങ്ങ് തന്നേക്കാം. പിന്നെ എത്ര രൂപ ഉണ്ട്? 200 രൂപ ഉണ്ട്. 200 രൂപ. ഇന്നെന്താഴ്ച? ഇന്ന് ബുധനാഴ്ച. ഇന്ന് ബുധൻ, വ്യാഴം, വെള്ളി, ശനി. നമ്മുടെ കളത്തിലെ മഹാദേവനില്ലേ, ഈ ശനിയാഴ്ച അവൻ എനിക്കൊരു 300 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 300 രൂപ ഇങ്ങോട്ട് കിട്ടി അതും തന്നേക്കാം. ബാക്കി എത്ര രൂപ ഉണ്ട്? ബാക്കി 100 രൂപ ഞാൻ അങ്ങോട്ട് തരാം. എനിക്ക് തരണം. അതെപ്പോ തരും? എപ്പ തരൂന്ന് പറ. അല്ല വേണം, ഇപ്പൊ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഉള്ളപ്പ തന്നാ മതി. എനിക്ക് യാതൊരു വിരോധമില്ല. നിന്നെ പോലെ വഴി പിടിച്ചിരുത്താൻ ഞാനൊരു ദരിദ്രവാസിയല്ല. അപ്പൊ വൈകിട്ട് കാണാം. ഓക്കെ, സമയങ്ങളായി. കൊണ്ടയിൽ നെഞ്ചിലെ വാഴപ്പൂ, കൂടയിൽ എന്നതൂ ഖുശ്ബു, എൻ ഖുശ്ബു. ഇവിടെ ഇല്ലേ? കണ്ടോ, നിനക്കാ ഗൾഫിലുള്ള നിന്റെ അമ്മാവൻ അയച്ചതാ. ഞാൻ പറഞ്ഞില്ലേ ഈ ആഴ്ച എനിക്ക് വിസ വരുമെന്ന്. വായിക്കേ.
നീ വായിക്കേ. സ്നേഹം മാത്രമുള്ള എന്റെ മരുമകൻ പവിത്രന്. സോറി, വായിക്കേ. ഈ കത്ത് കിട്ടിയാലുടൻ നീ ബോംബെക്ക് വരിക. അവിടെ ദാദർ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഗരുഡ ഏജൻസിയിൽ ചെന്ന് കോഴിക്കോട്ടുകാരൻ ഹംസയെ കാണുക. നിന്റെ വിസ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം നിന്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കും. ഇവിടെ ഒരു ഷെയ്ക്കിന്റെ കമ്പനിയിലെ മാനേജറായിട്ടാണ് നിനക്ക് ജോലി. ഉടനെ എത്തുക. ഷെയ്ക്ക് നിന്നെ കാത്തിരിക്കുന്നു എന്ന് നിന്റെ ശങ്കരമ്മാവൻ. നീ ഭാഗ്യവാനാണാ. ഗൾഫിലെ ദൈവം നിന്നെ അനുഗ്രഹിച്ചു. ഇനിയിപ്പോ ഞങ്ങളുടെ കാര്യം നീ പേടിക്കണ്ട. ഗൾഫിലെത്തി 2 മാസത്തിനുള്ളിൽ നിന്നെയും ബഷീറിനെ ഞാൻ കടത്തൂടാ. അത് തന്നെ. ഓക്കെ. എന്നിട്ട് ഗൾഫ് മരുഭൂമിയിലെ സ്വർണ്ണ കൊട്ടാരങ്ങളിൽ നമ്മൾ സുൽത്താൻമാരെ പോലെ വാഴൂടാ. നീ എന്നാ പോകുന്നത്? എന്നാ പോകുന്നു? എപ്പോഴാ പോകുന്നു ചോദിക്കേ. എപ്പോഴാ പോകുന്നത്? ദാ ഇപ്പൊ തന്നെ. അളിയാ എത്ര കാലമായിടാ നമ്മൾ ഒരുമിച്ച് ഉറങ്ങി കഴിയുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും കഷ്ടപ്പാടിലും ഒക്കെ നമ്മൾ ഒരുമിച്ചായിരുന്നു. എത്ര ഓണങ്ങളും ക്രിസ്മസുകളും നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചു. വാടക വീട്ടിന്റെ വരാന്തയിൽ ആകാശത്തേക്ക് നോക്കിക്കിടന്ന് നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങൾ നെയ്തു. അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് നിന്നെ പിരിയാൻ തോന്നുന്നില്ല. ഓട്ടറാ, എന്താ ചെയ്യാ? ഹോട്ടലിൽ നിന്ന് പ്രസിൽ നിന്നൊക്കെ കിട്ടുന്ന നിസ്സാര വരുമാനം കൊണ്ട് എത്ര നാൾ നമ്മളിങ്ങനെ കഴിയും? എല്ലാം ദൈവം കാണിച്ചെന്ന വഴിയാ. താമസിയാ നീയും രക്ഷപ്പെടും. എനിക്കും രക്ഷപ്പെടണം. പിന്നെ എന്റെ കാര്യം ബഷീറോട് പറയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞോളാം. പിന്നെ നാരായണിയമ്മയുടെ വീടിന്റെ വാടകയുടെ കാര്യം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. ഞാൻ എവിടെ നിന്ന്? ഗൾഫിൽ ചെന്ന ഓടുന്ന ഡ്രാഫ്റ്റ് അയക്കൂലടാ. എന്നാ പിന്നെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. പിന്നെ അവിടെ ചെന്ന് ദിനാറുകൾ എണ്ണി മേടിക്കുമ്പോ നീ ഷെയ്ക്കിനോട് എന്റെ കാര്യം പറയാൻ മറക്കരുത്. സമയായി. എന്നാ ഞാൻ പോട്ടെ. പോയി വരട്ടെ എന്ന് പറ. പിന്നെ എന്റെ വിസയുടെ കാര്യം മറക്കരുത്. ശങ്കരമാവനെ ഞാൻ പ്രത്യേകം അന്വേഷിച്ചതായി പറഞ്ഞു. എങ്ങോട്ടാ യാത്ര? നേരെ കിള്ളിക്കുറിശി മംഗലത്തുള്ള അമ്മാവന്റെ വീട്ടിലേക്ക്, അതുവഴി മാപ്രാണത്തുള്ള അമ്മയുടെ മോളുടെ വീട്ടിലേക്ക്, പിന്നെ ബോംബെക്ക്, അവിടെ നിന്ന് പറഞ്ഞ് ഗൾഫിലേക്ക്. അപ്പൊ താനോ? എനിക്കൊരു ശവപ്പെട്ടി മേടിക്കാം. എന്താ ഇവിടെ ഇറങ്ങുന്നേ? അമ്മാവന്റെ വീട്ടിലേക്കാന്ന് പറഞ്ഞിട്ട്? അമ്മാവനും ഇല്ല, അമ്മായില്ല. ഇവിടുന്ന് നേരെ കോയമ്പത്തൂർ, അവിടുന്ന് മേട്ടുപാളയം, പിന്നെ ഇവിടുന്ന് ഊട്ടി. ഊട്ടിക്കോ? കൈ വിട്ടു. ഊട്ടിയെങ്കിൽ ഊട്ടി, ക്ഷത്രിയനെങ്കിൽ ക്ഷത്രിയൻ. എന്തായാലും എന്റെ ശുക്രദശ തെളിഞ്ഞെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരുത്തന്റെ ശല്യം ഒഴിവായി. നീ നോക്കിക്കോ, ഊട്ടിയിലെ സുഖശീതളമായ കാലാവസ്ഥയിൽ തൃപ്പത്തൂർ കോവിലകത്തെ തമ്പുരാനായി, എല്ലാ സ്വത്തുക്കളുടെ ഉടമയായി ഞാനൊരു രാജാവിനെ പോലെ വിലസുമ്പോ നീ ഗൾഫിലെ ചുട്ടു പൊള്ളുന്ന മണലാരണ്യത്തിൽ ഒരു തൊഴിൽ അന്വേഷിച്ച് തെണ്ടുകയായിരിക്കൂടാ തെണ്ടി. എന്റെ അമ്മേ, ഇനിയുണ്ടല്ലോ വേറൊരു കോപ്പൻ. അവൻ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പേ രക്ഷപ്പെടണം, അല്ലെങ്കിൽ ആകെ ചളവും. പ്രിയപ്പെട്ട ബഷീർ, ബഷീർക്ക. ഓ, എന്താ ലക്ഷ്മി? ലക്ഷ്മി ഞാനാ. എന്താ? കുറച്ച് ദിവസമായില്ലേ ഇവിടുന്ന് പോയിട്ട്. ഞാൻ പിണക്കാം. അങ്ങനെ പറയരുത്, ഞാൻ തകർന്നു പോവും. ഇക്കോടെ കല്യാണമാണല്ലേ? എന്നാര് പറഞ്ഞു? ജിമ്മി ചേട്ടനും പവിത്രൻ ചേട്ടനും എന്നോട് പറഞ്ഞു. ആണോ? ഓരങ്ങനെ പറഞ്ഞ? എന്താ ശരിയല്ലേ? ശരിയല്ല, ഒട്ടും ശരിയല്ല. നമ്മുടെ കൽബ് കീഴടക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയെ നമ്മൾ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല. എന്നിട്ട് വേണ്ടേ നിക്കാഹ്? ഇത് എക്സിബിഷനിൽ പഠിച്ചാണ്. എടാ ബഷീർ, നിന്നെ ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. എന്താ വിശേഷം? വിശേഷം തിരക്കാൻ നാനുണ്ടോടാ നിനക്ക്? ഈ വീടിന്റെ വാടക വന്നിട്ട് എത്ര മാസമായി? 4-3. ഞാനേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് പണിയിച്ചതായി വീട്. സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. പടച്ചന്റെ കൃപ ഒരു കുഴപ്പമില്ല. വാടക ഇനത്തിൽ തന്നെ എനിക്ക് 1000 രൂപ തരാനുണ്ട്. അതിന് എന്ന് കിട്ടാനാ? നേരെ നേരത്തിന് മൂക്കുമുട്ട തിന്നാനും നല്ല പാന്റ് ഷർട്ട് ഇടാനും കാശുണ്ടല്ലോ. നല്ലതാണ്. എന്റെ കാശ് തരാൻ പറയുമ്പോ ഒരുമാതിരി പിന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങളൊന്ന് മെല്ലെ പറയും. 4 പെൺകുട്ടികളായിട്ട് നമ്മുടെ ഉള്ള മാനം കൂടെ കപ്പൽ കയറുന്നു. ഈ നാട്ടുകാർ മുഴുവൻ കേക്കട്ടെ. ഈ വീടിന്റെ വാടക കിട്ടിയിട്ട് വേണം എനിക്ക് എന്റെ പെണ്ണിനെ കെട്ടിക്കാൻ. അതിന് ഞമ്മളില്ലേ? എന്താ പറഞ്ഞേ? അല്ല, വാടക തരാൻ ഞമ്മളില്ലേ എന്ന് പറഞ്ഞതാ. നീയും കൂടി ചാടി പോകരുതല്ലോ. ഒരുത്തൻ ഗൾഫിലേക്കെന്നും പറഞ്ഞ് രാവിലെ പോയി, മറ്റവനെ കാണാനില്ല. നിങ്ങൾ നേരാണ് പറഞ്ഞത്. നീ പോയി അന്വേഷിക്കടാ. ദേ, വേഗം എന്റെ വീട് ഒഴിഞ്ഞേരണം. ഇന്ന് 5 മണിക്ക് മുമ്പ് എന്നെ കാശ് കിട്ടണം. ഗൾഫിൽ പോയോ?
പ്രിയപ്പെട്ട ബഷീർ, ഞാൻ പോകുന്നു. പവിത്രൻ നമ്മെ രണ്ടുപേരെ ഉപേക്ഷിച്ച് ഗൾഫിൽ സ്വർണം കൊയ്യാൻ പോയി. അതുകൊണ്ട് ഞാനും ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നു. നാരായണിയമ്മയുടെ വാടകക്കാശും കടകളിലെ പറ്റുകാശും നീ തന്നെ കൊടുക്കണം. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. ഇന്ന് സ്വന്തം ജിമ്മി. എന്ത് ജാതി ക്രാഫ്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്? അത് ശരി, പെട്ടി മാറ്റിയിട്ടാണ് പോയിരിക്കണം അല്ലേ? ഇബിലീസുകളെ, എങ്ങനെ മനസ്സ് വന്നിട്ട് അങ്ങക്ക് നമ്മളെ വെട്ടി മാറ്റാൻ? ഒരേ പായല് തിന്നും കുടിച്ചും കിടന്ന് ഉറങ്ങിയവരല്ലടാ നമ്മള്. ഇതെന്താണ്? നമ്മളെ കുത്തുവാള എടുപ്പിച്ചിട്ട് രക്ഷപ്പെടാനാണ് ഭാവമെങ്കിൽ നടക്കൂല. എടാ പവിത്ര, ജിമ്മി, ആം പറപ്പുള്ളേ, നിങ്ങൾ ഏത് തുളയിനുള്ളിൽ കൂടെ ചാടിയാലും